ഒരൊറ്റ സിനിമയിൽ മാത്രം അഭിനയിച്ച് എല്ലാ കാലത്തെയും പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടുക എന്നത് അത്ര എളുപ്പമല്ല. ആദ്യ സിനിമ വൻ വിജയം നേടുകയും പ്രകടനം കയ്യടി നേടുകയും ചെയ്യുമ്പോൾ മുന്നിലുള്ള ശോഭമായൊരു കരിയർ വേണ്ടെന്ന് വെക്കുന്നതും എളുപ്പമുള്ള കാര്യമല്ല. എന്നാൽ തനിക്ക് മുന്നിലുള്ള സിനിമയുടെ വലിയൊരു ആകാശത്തോട് മുഖം തിരിച്ചു നടന്നുപോയ നടിയാണ് ദീപ നായർ. പേര് കേട്ടാൽ ഒരുപക്ഷെ ആളെ ഓർമ്മ വരണമെന്നില്ല. എന്നാൽ പ്രിയം നായിക എന്ന് പറഞ്ഞാൽ ആ സുന്ദരമായ മുഖം മലയാളികളുടെ മനസ്സിലേക്ക് വരും. കുഞ്ചാക്കോ ബോബനും 3 കുസൃതിക്കുടുക്കകളുടെയും കൂടെ വന്ന് മലയാളി മനസ്സിൽ എന്നേക്കുമായി ഇടം നേടിയ നടിയാണ് ദീപ. പിന്നീട് ഒരു സിനിമയിലും ദീപയെ കണ്ടിട്ടില്ല. എങ്കിലും ആ മുഖം മലയാളി മറന്നില്ല. കാലങ്ങൾക്ക് ശേഷം സോഷ്യൽ മീഡിയയുടെ അനന്തസാധ്യതകൾ മനസ്സിലാക്കിയ മലയാളി ദീപയെ തേടിക്കണ്ടെത്തുന്നത് അന്ന് അവർ നേടിയ സ്വീകാര്യതയുടെ തെളിവാണ്. അങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ പലരും ദീപ ഇന്ന് കേരളവും ഇന്ത്യയുമൊക്കെ വിട്ട് മെൽബണിൽ സ്ഥിരതാമസമാക്കിയതായി അറിയുന്നത്. സിനിമയുടെ വെള്ളിവെളിച്ചത്തിൽ നിന്നെല്ലാം ഒരുപാട് ദൂരെ കുടുംബജീവിതം നയിക്കുകയാണ് ദീപ ഇന്ന്. ദീപയുടെ സിനിമയുടെ ലോകത്തു നിന്നുമുള്ള വിട്ടുനിൽക്കൽ പക്ഷേ പലരുടെയും ഭാവനയ്ക്ക് പാത്രമായി. കുഞ്ചാക്കോ ബോബന്റെ അടുത്ത ആരാധികയായിരുന്നു ദീപ. ചാക്കോച്ചനൊപ്പം അഭിനയിക്കണമെന്ന മകളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ അച്ഛൻ നിർമ്മിച്ച ചിത്രമാണ് പ്രിയം. അന്ന് അച്ഛന് കൊടുത്ത വാക്കു പാലിച്ചുകൊണ്ട് പിന്നെ ദീപ സിനിമയിലേക്ക് തിരിഞ്ഞുപോലും നോക്കിയില്ലെന്നാണ് പ്രശസ്തമായൊരു കഥ. വർഷങ്ങൾക്ക് ശേഷം ആ കഥകൾക്കെല്ലാം ദീപ മറുപടി നൽകുകയാണ്. കഴിഞ്ഞ ദിവസം തൻ്റെ പുതിയ സോഷ്യൽ മീഡിയ പേജ് ആരംഭിച്ചുകൊണ്ടാണ് ദീപ ആരാധകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയത്.